ഡിമാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് SEO ആണ്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഇതിൻ്റെ ഒരു അനിയനുണ്ട്, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്, SEM. ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ നിൽക്കുന്നതാണ്. സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡാണ്, പെയ്ഡ് മാർക്കറ്റിംഗ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെ? ഓക്കെ. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ട്രാഫിക്കാണ്, മറ്റേത് പെയ്ഡ് ട്രാഫിക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ടേം നമുക്ക് പഠിക്കാനുണ്ട്, ട്രാഫിക്. ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ക്ലിക്കുകളെയാണ്, വ്യൂകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ട്രാഫിക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഓർഗാനിക് ആൻഡ് രണ്ടാമത്തത് പെയ്ഡ് ട്രാഫിക്. ഓക്കെ, അത് പറയുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. SEO കുറച്ച് തിയറി പാർട്ടാണ്. ശരിക്കും അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് വെച്ചിട്ട് നമ്മളുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്നോട് കമൻറ്റിൽ ചോദിക്കണം, ഞാനതിന് ആൻസർ തരുന്നതാണ്. ഓക്കെ, മറക്കരുത്. SEO ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഓർഗാനിക് ട്രാഫിക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, SEO ചെയ്യുന്നത്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഏറ്റവും മിനിമം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസമോ 2 ദിവസമോ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ SEO ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. മിനിമം 3 മാസം മുതൽ 6 മാസം വരെ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ വെബ്സൈറ്റിന് SEOയുടെ റിസൾട്ട് കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടുകളൊന്നും തരുന്നില്ല. പകരം നമ്മൾ ഒരു പെയ്ഡ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതേമാതിരിയുള്ള റിസൾട്ട് തരില്ല. പകരം അത് സമയമെടുത്തിട്ട് മാത്രമേ നമ്മളുടെ വെബ്സൈറ്റിനെ റാങ്ക് കൂട്ടി മുകളിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ ഈ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ട്രാഫിക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വെബ്സൈറ്റ് എന്തിനെക്കുറിച്ചാണോ, ഏത് കാര്യത്തിനെക്കുറിച്ചാണോ നമ്മളുടെ വെബ്സൈറ്റ് ഉള്ളത്, ആ കാര്യം എങ്ങനെയാണ് ഒരു കസ്റ്റമർ എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഏതെല്ലാം വിധത്തിലാണ്, ഏതെല്ലാം കീവേഡുകൾ ഉപയോഗിച്ചിട്ടാണ്, ഓക്കെ, അടുത്ത ടൈം വന്നു കീവേഡ്, ഏതെല്ലാം കീവേഡുകൾ ഉപയോഗിച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കണം എവിടെയെങ്കിലും. കാരണം ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മളുടെ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം ആ വാക്കുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് കീവേഡുകൾ. ഓക്കെ, കീവേഡുകൾ സാധാരണയായിട്ട് 4 തരമാണ് കീവേഡുകൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് ഷോർട്ട് ടെയിൽ കീവേഡ്. ഷോർട്ട് ടെയിൽ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രീഫായിരിക്കും. മനസ്സിലായില്ലേ? അതൊരു ഗ്ലോബൽ പൊസിഷൻ ആയിരിക്കും വരിക. അതിനൊരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടൂറിസം എന്നൊക്കെ പറയുന്നത് ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു ഗ്ലോബൽ എഫക്റ്റ് വരുന്ന വാക്കുകളാണ്. അപ്പം ആ ഒരു വാക്ക് ടൈപ്പ് ചെയ്താൽ നമ്മളുടെ വെബ്സൈറ്റ് റിസൾട്ട് ആവണം എന്ന് നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും പഴക്കവും അത്രയും ട്രാഫിക്കും ഉള്ള സൈറ്റുകളായിരിക്കും ആദ്യം ഇങ്ങനെയുള്ള ഗ്ലോബൽ ആ ഒരു എന്താ പറയുക, ഷോർട്ട് ടെയിൽ കീവേഡിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് 1, 2, 3 വാക്കുകളൊക്കെ ഷോർട്ട് ടെയിൽ കീവേഡിൽ വരാറുണ്ട്, 1 അല്ലെങ്കിൽ 2. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ടെയിൽ കീവേഡാണ്. മീഡിയം ടെയിൽ കീവേഡിൽ ഒരു 2, 3 വാക്കുകൾ വന്നിട്ട് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അതിനൊരു ഉദാഹരണം, ഇപ്പം ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നടിച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോട്ടക്കൽ എന്ന എൻ്റെ സൈറ്റ് വരില്ല. അതേസമയം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോട്ടക്കൽ അല്ലെങ്കിൽ കോട്ടക്കൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നടിച്ചാൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യത്തെ 5ാമത്തെ റിസൾട്ട് 6ാമത്തെ റിസൾട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ സൈറ്റ് വരും. അപ്പോൾ അതെന്തായി,
മീഡിയം ടെയിൽ കീവേഡായി. ഓക്കെ, അല്ലെങ്കിൽ മിഡ് ടെയിൽ കീവേഡായി. മൂന്നാമത്തതൊന്നുണ്ട് ലോങ് ടെയിൽ കീവേഡ്. ലോങ് ടെയിൽ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3, 4, 5 വാക്കുകളോ അല്ലെങ്കിൽ 6 വാക്കുകളൊക്കെ നമ്മൾ കീവേഡായിട്ട് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് സെർച്ച് റിസൾട്ട് എടുക്കുന്നതിനെയാണ് ലോങ് ടെയിൽ കീവേഡ് എന്ന് പറയുന്നത്. ഇപ്പം അക്കാദമി, ഡിമാക് അക്കാദമി എന്ന് ജസ്റ്റ് ഡിമാക് അക്കാദമി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ എൻ്റെ വെബ്സൈറ്റ് ഫസ്റ്റ് റിസൾട്ടിൽ വരുന്നുണ്ട്. എന്ത് ചെയ്യും, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി കോട്ടക്കൽ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിനകത്ത് 4 വാക്ക് വരുന്നുണ്ട്. അപ്പോൾ 4 വാക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നു, ഒരു ലോങ് ടൈൽ കീവേഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആദ്യത്തെ, ഒന്നാമത്തെ, രണ്ടാമത്തെ പൊസിഷനിൽ എൻ്റെ വെബ്സൈറ്റ് ഡിസ്പ്ലേ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്ലേ ആകുന്നത് എവിടെയാണ്? അടുത്ത ടൈം പഠിച്ചോളുക. സെർപ്പ് പേജിലാണ് ഡിസ്പ്ലേ ആകുന്നത്. സെർപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് എൻജിൻ റിസൾട്ട് പേജ്, SERP, സെർപ്പ്. ഓക്കെ, അപ്പം ആ പേജിലാണ് റിസൾട്ട് പ്രിൻ്റ് ആകുന്നത്, ഡിസ്പ്ലേ ആകുന്നത്. അപ്പോൾ അവിടെ ഡിസ്പ്ലേ ആകുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡുണ്ട്. കാരണം ഫസ്റ്റ് 3 റിസൾട്ട് നമ്മളുടെ ലോക്കൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഗൂഗിൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എന്തെങ്കിലും ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാലിക്കറ്റ് എന്നടിച്ചു നോക്കൂ. അപ്പം കാലിക്കറ്റിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമുകളോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഒക്കെ വരും. അതിൽ ആദ്യത്തെ 3 റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ മാപ്പ് റൈറ്റ് സൈഡിൽ വരും, ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഒക്കെ പേര് വരും. പിന്നെ ക്ലിക്ക് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അടിയിലൊരു ബ്ലൂ കളറിലൊരു ബട്ടൺ വരും, ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ലോക്കൽ ഏരിയയിലേക്ക് പോയിട്ട് അവിടെ ഒരു 50 എണ്ണം ഉണ്ടെങ്കിൽ 50 എണ്ണം ഒരു റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് 3 റിസൾട്ട് എന്ന് പറയുന്നത് ലോക്കലാണ്. രണ്ടാമത്തത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന 3 റിസൾട്ട് അല്ലെങ്കിൽ 4 റിസൾട്ട് സ്പോൺസേഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പരസ്യമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആ ഒരു സെക്ഷനിൽ വരുന്ന റിസൾട്ടുകളായിരിക്കും അടുത്ത 3 അല്ലെങ്കിൽ 4 വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2 റിസൾട്ട് നമ്മളുടെ ഓർഗാനിക് ട്രാഫിക്കിൽ നിന്ന് വരും. അത് കഴിഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനായിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 4-5 റിസൾട്ട് എന്ത് വരും, നമ്മളുടെ ഓർഗാനിക് ട്രാഫിക്കിൽ നിന്ന് വരുന്നു. ആ പേജിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ 3 അല്ലെങ്കിൽ 4 റിസൾട്ട് സ്പോൺസേഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഏത്, സെർച്ച് എൻജിൻ മാർക്കറ്റിങ്ങിൽ നിന്നുള്ള റിസൾട്ട്. ഇങ്ങനെയാണ് ഗൂഗിളിൻ്റെ ഒരു സെർപ്പ് പേജ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ റിസൾട്ട് ഫസ്റ്റ് പേജിൽ വരണം. ഫസ്റ്റ് പേജിൽ വരിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 സ്ഥാനത്തിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിലാണ് ഫസ്റ്റ് പേജിൽ വരിക. ഫസ്റ്റ് പേജ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക് ട്രാഫിക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു കസ്റ്റമർ ആദ്യത്തെ പേജിൽ നിന്നാണ് മിക്കവാറും സെലക്ട് ചെയ്തിട്ട് വിളിക്കുകയും അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റ് ഫസ്റ്റ് പേജിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യാനുള്ളത്. അതിനാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, SEO പഠിക്കുന്നത്. ഇപ്പം കീവേഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, എലാബറേറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്തു തരാം. നെക്സ്റ്റ് വരുന്നത് SEO. ഈ കീവേഡ് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഈ സെർച്ച് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റ് തുടക്കത്തിൽ കൊണ്ടുവരിക, ആദ്യത്തെ റാങ്കിങ്ങിൽ കൊണ്ടുവരുന്നത് എങ്ങനെയുള്ളതാണെന്ന് അത് പഠിക്കുന്ന ഒരു പോർഷനാണ് SEO എന്ന് പറയുന്നത്. SEO 4 ടൈപ്പിലുണ്ട്. ഒന്നാമത്തത് ഓൺ പേജ് SEO, രണ്ടാമത്തത് ഓഫ് പേജ് SEO, മൂന്നാമത്തത് ടെക്നിക്കൽ SEO, 4 ലോക്കൽ SEO. ഇങ്ങനെ 4 തരം SEO ഉണ്ട്. അതിൽ ഓൺ പേജ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ട ടെക്നിക്കുകളാണ് എന്ത് വരുന്നത്, ഓൺ പേജ് SEOയിൽ പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. നമുക്കതിൻ്റെ ടൈറ്റിൽ ടാഗുകൾ സെറ്റ് ചെയ്യണം, മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ഹെഡറുകൾ ഞാൻ പറഞ്ഞല്ലോ H1 H2 ആ ഹെഡറുകൾ വേണം,
പിന്നെ നമ്മളെ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീവേഡുകൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള കണ്ടൻറ്റുകൾ എഴുതണം. അത് നല്ല ക്വാളിറ്റി കണ്ടൻ്റ് ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓൺ പേജ് SEO വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ കഴിയില്ല. ഒരു 4-5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വീഡിയോസുകൾ എടുത്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, SEOയുടെ എല്ലാ പോർഷനും കവർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ വെബ്സൈറ്റ് ആദ്യ റാങ്കിങ്ങിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഓൺ പേജ് SEOയിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് കണ്ടൻറ്റ് SEO ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് ഇമേജ് SEO ആണ്, പിന്നെ വീഡിയോ SEO. ഇത്രയാണ് നമ്മൾ ഓൺ പേജ് SEOയിൽ പഠിക്കുന്നത്. ഈ കണ്ടൻറ്റ് SEOയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നത്. ഓഫ് പേജ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞു. വെബ്സൈറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഓഫ് പേജ് SEOയിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മളുടെ വെബ്സൈറ്റിലേക്ക് മറ്റ് വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കൊണ്ടുവരാം ഇല്ലേ. നമ്മളിപ്പോൾ ഒരു ബ്ലോഗ് എഴുതിയിട്ട് ആ ബ്ലോഗിൽ ഈ ഒരു ലിങ്ക് നേരെ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ ബ്ലോഗിൽ നിന്ന് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓഫ് പേജ് SEOയിൽ. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ ഓഫ് പേജ് SEOയിൽ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് പേജ് SEO വർക്ക് ചെയ്യിപ്പിക്കുന്നുള്ളൂ. പിന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പ്ലാറ്റ്ഫോംസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ലിങ്കുകൾ നമ്മളുടെ സൈറ്റിലേക്ക് കൊണ്ടുവരാം. പിന്നെ ബാക്കിയുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള പ്രസ് മീറ്റ് മാതിരി പ്രിൻ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ അല്ലെങ്കിൽ വേറെ ഏത് വഴികളിലൂടെയാണെങ്കിലും നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് കൊണ്ടുവരാൻ നമ്മൾ ഓഫ് പേജ് SEO ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ടെക്നിക്കൽ SEO. ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ്, അതിൻ്റെ ആ ഒരു ക്വാളിറ്റി, നമ്മളുടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ സെക്യൂരിറ്റി, SSL എന്നൊക്കെ കേട്ടില്ലേ, HTTPS എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ കാര്യങ്ങൾ അത് വഴിയെ നമുക്ക് പഠിക്കാം, എന്താണെന്നുള്ള ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. ലോക്കൽ SEO. ഞാനിപ്പം ഗൂഗിളിൻ്റെ സെർച്ച് പേജിൽ ആദ്യത്തെ 3 റിസൾട്ട് ലോക്കലാണെന്ന് പറഞ്ഞു, ലോക്കൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പം നമ്മളുടെ ബിസിനസ്സും ലോക്കൽ SEO വർക്ക് ചെയ്യിപ്പിച്ചാലേ നമ്മൾക്ക് ഈ ഗൂഗിൾ മാപ്പിനകത്ത്, അതേമാതിരി യാഹൂ ബിസിനസ് പേജിൽ, ബിങ് ബിസിനസ് പേജിൽ, ബാക്കിയുള്ള യെല്ലോ പേജസുകളിൽ ഒക്കെ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസുകൾ അവിടെ കൊടുത്ത് അതുവഴി നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ഉണ്ടാക്കുന്നതിനാണ് ലോക്കൽ SEO എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം അത് പല വീഡിയോയിലായിട്ടാണ് പഠിക്കുന്നത്, നോക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റ് ഹാറ്റ് ആൻഡ് ബ്ലാക്ക് ഹാറ്റ് SEO. ഇത് ശരിക്കൊരു SEO അല്ല, പകരം ഇതൊരു അൽഗോരിതമാണ്. ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു അൽഗോരിതമാണ്. 2019 മുതൽ ഗൂഗിൾ ഫോളോ ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് വൈറ്റ് ഹാറ്റ് ആൻഡ് ബ്ലാക്ക് ഹാറ്റ്. വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഇത്രയും SEO ഗോൾഡൻ റൂളുകൾ വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിന് കൃത്യമായ റാങ്കിങ് കൊടുക്കുന്ന ഒരു ശൈലിയാണ്. ഇതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ നമ്മളുടെ കീവേഡുകൾ വെറുതെ ആവശ്യമില്ലാതെ സ്റ്റഫ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഗൂഗിൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈറ്റിനെ അവർ നേരെ ബ്ലാക്ക് ഹാറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പണിഷ്മെൻറ്റ് ഏരിയയാണ്. പിന്നീട് ഒരിക്കലും നമ്മളുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാത്ത വിധത്തിലായിരിക്കും അവരത് ചെയ്യുന്നത്. സോ നമുക്ക് കുറുക്കു വഴികളില്ല SEO പഠിക്കാനും SEO അപ്ലൈ ചെയ്യാനും. കൃത്യമായിട്ട് പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും. അതല്ലാതെ കുറുക്കു വഴികളും കീവേഡുകൾ സ്റ്റഫ് ചെയ്യാൻ നോക്കലും വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്താൽ അവരത് പിടിച്ചാൽ നമുക്ക് പണി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊരു നോട്ടാക്കി പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു, 4 തരം SEO ഉണ്ട്: ഓൺ പേജ്, ഓഫ് പേജ്, ടെക്നിക്കൽ, ലോക്കൽ. ഓക്കെ, അതിൽ ഓൺ പേജിനകത്ത് നമ്മളുടെ കണ്ടൻറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത്.
പിന്നെ ഓഫ് പേജിനകത്ത് നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ സൈറ്റിലേക്കുള്ള ട്രാഫിക്കാണ് വരുന്നത്. ടെക്നിക്കലിനകത്ത് നമ്മളുടെ സൈറ്റിൻ്റെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് വരുന്നത്, സ്പീഡ്, ക്വാളിറ്റി. ലോക്കൽ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാതിരിയുള്ള സൈറ്റുകളിൽ നമ്മളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതിനാണ് ലോക്കൽ SEO എന്ന് പറയുന്നത്. വൈറ്റ് ഹാറ്റ് ഈ പ്രോട്ടോക്കോളുകളെല്ലാം പാലിച്ചുകൊണ്ട് ഈ ഒരു അൽഗോരിതത്തിൽ എഴുതുന്ന സൈറ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് വൈറ്റ് ഹാറ്റ്. ഇതിനെ ഖണ്ഡിച്ച് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചാൽ ആ വെബ്സൈറ്റിനെ എടുത്ത് പുറത്തിടുന്നതാണ് ബ്ലാക്ക് ഹാറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോ അടുത്ത സെക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർമ്മ വെക്കുക, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. കീവേഡുകൾ നോക്കുക. ഷോർട്ട് ടൈൽ കീവേഡുണ്ട്, മിഡ് ടൈൽ കീവേഡുണ്ട്, പിന്നെ ലോങ് ടൈൽ കീവേഡുണ്ട്. അപ്പോൾ കീവേഡിൽ ഞാൻ വേറെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അത് LSI കീവേഡുണ്ട്, ലാറ്റൻറ്റ് സെമാറ്റിക് ഇൻഡെക്സിങ്. എന്താ ലാറ്റൻറ്റ് സെമാറ്റിക് ഇൻഡെക്സിങ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലാത്ത റിസൾട്ടുകൾ നമുക്ക് തിരിച്ചു തരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലാറ്റൻറ്റ് സെമാറ്റിക് ഇൻഡെക്സിങ്. ഇപ്പം നമ്മൾ ആപ്പിൾ, എൻ്റെ ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തു, എൻ്റെ മനസ്സിലുള്ളത് എന്താ, ആപ്പിൾ, സാധാരണ ആപ്പിൾ. ഓക്കെ, പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് ആപ്പിൾ ഐഫോണിൻ്റെതാണ്. മനസ്സിലായല്ലോ? അതിനെയാണ് LSI ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പം അത്തരം കീവേഡുകൾ നമ്മളുടെ കണ്ടൻറ്റുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക്കലി നമ്മളുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡുകൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അർത്ഥങ്ങളുണ്ടെങ്കിൽ ആ അർത്ഥത്തിലേക്ക് പോവാതെ പകരം എന്ത് വരണം, നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെയുള്ള സെർച്ച് മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ആ റിസൾട്ടിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ പേജും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LSI കീവേഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഓർഗാനിക് ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ SEO പഠിക്കുന്നത്. പെയ്ഡ് ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ SEM, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഈ കാര്യങ്ങൾ നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെക്കുക. ബൈ.